നമസ്കാരം, ഹക്കീം നരിക്കോട്ടിലാണ്. ഇന്ന് ഓറിയോൺ ടെക്നോളജീസിൻ്റെ ഒരു ബിസിനസ് ടൂറാണ്. 15 ഡീലേഴ്സ് തമ്മിലുള്ള ഒരു ബിസിനസ് മീറ്റിൻ്റെ ഭാഗമായിട്ട് വിയറ്റ്നാമിലേക്ക് ഒരു യാത്രയാണ്. അപ്പോൾ വിയറ്റ്നാമിലുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഓറിയോൺ ടെക്നോളജീസിൻ്റെ ഒരു ബിസിനസ് ടൂറാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ വിയറ്റ്നാമിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഞങ്ങൾ 15 പേരുണ്ട്. ഒരു ടൂർ കോർഡിനേറ്റർ അടക്കം 15 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ വിയറ്റ്നാമിലെ 5 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ വിയറ്റ്നാമിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്മയിലിൻ്റെ കാലൊന്ന് ഇതിലിടയ്ക്ക് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ സർജറി ആരംഭിച്ച് കാലൊക്കെ നീട്ടി വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞാലേ ഒരു അടിപൊളി പരിപാടി കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു 2 രൂപ ചിലവിൽ അടിപൊളി ഹൈടെക് ഫുഡ്, അതായത് ലക്ഷറി ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നല്ല ആഡംബര ഫുഡ് ഒരു 2 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എയർപോർട്ടിനകത്ത്, നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ എയർപോർട്ടിനകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതായത് എയർപോർട്ട് ലോഞ്ചിനകത്ത് പോയിട്ട് ഒരു 2 രൂപ ചിലവുണ്ടാവും. എല്ലാവരും ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ചോ. നമുക്ക് ഈ ട്രിപ്പൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ 2 രൂപയ്ക്ക് വെറും 2 രൂപ ചിലവുള്ളൂ. നമുക്കൊരു 1000-1500 രൂപൻ്റെ ഫുഡ് നന്നായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതാട്ടോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇതാ വെറും 2 രൂപയ്ക്ക് ലക്ഷറി ഫുഡ് കഴിക്കാം കേട്ടോ. ഇതാ നോക്കിക്കോളൂ, വെറും 2 രൂപയുള്ളൂ. ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മാത്രം മതി. ഇത് അറഫാത്തൊക്കെ നല്ല ഫുഡ് കഴിച്ച് സെറ്റാക്കിയിട്ട് വരികയാണ്. ഇതാ നല്ല അടിപൊളി ഫുഡാണ്. കോഫി കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കാം. വെറും 2 രൂപയുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട ചിലവ് മാത്രമേ ഉള്ളൂ. വിയറ്റ്നാം പോണതിൻ്റെ ഇടയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുഴപ്പമില്ല. നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 രൂപ ചിലവുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി. എപ്പോഴെങ്കിലൊക്കെ ഇതിങ്ങനെ ചെയ്താൽ മാത്രം മതി. ഫ്രൂട്ട്സ് ഒരു 2 രൂപ ചിലവിനാട്ടോ. അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. നെടുമ്പാശ്ശേരി എയർപോർട്ട് ലോഞ്ചാണ്. നമ്മുടെ കാതർഭായി ജ്യൂസ് അമർത്തി. ഓക്കെ, അടിപൊളി. നമ്മുടെ കുറച്ച് ടീമുകളുണ്ട്. അവരിപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനൊക്കെ നല്ല ഭക്ഷണം കഴിച്ചു. ഉഷാറല്ലേ ഋഷിക് ഭായ്? അങ്ങനെ നെടുമ്പാശ്ശേരി ലോഞ്ചിനോട് വിട പറഞ്ഞ് വിയറ്റ്നാം ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റിലെത്തി. ഓവർലോഡാ ശംക ഉഷാറല്ലേ? ലോഞ്ചിൽ കയറി ഫുഡൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? അങ്ങനെ ലോഞ്ചിനോട് വിട പറയുകയാണ് നെടുമ്പാശ്ശേരിൻ്റെ. തുറന്നുണ്ട്. ഇതിനകത്ത് താഴത്തേക്ക് പോവാം. റെഡിയല്ലേ? ലോഞ്ചിൽ കയറി തമർത്തിയില്ലേ? ഫുഡൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഉഷാറല്ലേ? ഇതിനകത്ത് നല്ല വിശാലമായ ഡ്യൂട്ടി ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കണ്ടിട്ട് ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലേക്കുള്ള യാത്രയിലാണ്. ഗേറ്റ് 8 നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എൻട്രി പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ ഫ്ലൈറ്റിനകത്തേക്ക് കയറാനുള്ള എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിയറ്റ്നാമിൽ പോയിട്ടൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം എന്തായാലും. ഇതെല്ലാവരും നമ്മുടെ ഓരോ ഡീലേഴ്സാണ്. ഇഷാംക വയനാട്. കണ്ടാലേ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഫ്ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വിയറ്റ് ജെറ്റാണ്, വിയറ്റ്നാമിൻ്റെ എയർലൈൻസാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫുൾ ബോർഡിംഗ് പാസ് കൊടുക്കണം. അത് ബോർഡിംഗ് പാസ് കട്ട് ചെയ്തിട്ട് തന്നു. സ്മെൽ ഓക്കെ അല്ലേ? അയ്യോ, ഈ ഫ്ലൈറ്റിനകത്ത് ഇമ്മാരി ക്യൂ. 27E ആണ് സീറ്റ് നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ആയതാ. ഇതിനകത്ത് ക്യൂ തന്നെയാണ്. ഒരുപാട് ആളുകളുണ്ട്. ലാസ്റ്റ് ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോഴും ഇവിടെ ഒരു പാസ്പോർട്ടും നമ്മുടെ ബോർഡിംഗ് പാസ്സും ഒന്ന് അവർ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. ഫുള്ള് വിയറ്റ്നാമിലേക്കൊന്നുമല്ല. അങ്ങനെ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവാണ്. വിയറ്റ്നാം എയർ ഹോസ്റ്റസൊക്കെ നമ്മളെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ട്. ഹലോ, ഹൗ ആർ യു? കുഴപ്പമില്ല, ഫ്ലൈറ്റ് നല്ല സീറ്റിംഗ് കാണാൻ. എന്തൊക്കെയാ പറയുന്നത് മനസ്സിലാവില്ല. ഹലോ, ഹൗ ആർ യു? സീറ്റ് എവിടെ നോക്കണം. 27E. വിയറ്റ്നാമിലേക്ക് അത്യാവശ്യം ആളുകളുണ്ട്. ഒരു ബോയ് എയർ ഹോസ്റ്റസ് ഉണ്ട്. എൻ്റെ സീറ്റ് എത്തിയില്ല. 27E ആണ്. അയ്യോ, ഇപ്പോൾ പോകണേ. സീറ്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല സീറ്റാണ്. നല്ല സുന്ദരിയായ വിയറ്റ്നാമി കുട്ടികളൊക്കെ ഉണ്ട്. ഇതാ. ഹലോ, ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ സീറ്റ് സെറ്റായിട്ടുണ്ട്. ഓ, ഞാൻ നടുവിലാണ്. അറഫാത്തിൻ്റെ രണ്ടാളുടെ ഇടയിലാണ്. ഓക്കെ, ഒരു കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം നന്നായിട്ട്. നമുക്ക് ഫ്ലൈറ്റിനകത്ത് സേഫ്റ്റി ബെൽറ്റ്, മാസ്ക്, ഓക്സിജൻ മാസ്ക് ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എയർ ഹോസ്റ്റസുമാർ നമുക്ക് അതിൻ്റെ ക്ലാസ് എടുത്ത് തരാണ്. അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്നും പൊങ്ങാൻ പോവാണ്. ഫ്ലൈറ്റിനകത്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാണ്.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്നായിട്ടൊന്ന് ഉറങ്ങിയതിന് ശേഷം വീണ്ടും വിയറ്റ്നാം യാത്ര തുടരാം. ഗുഡ് നൈറ്റ്.